എങ്ങനെയാ? അതേ ഭ്രൂണത്തിന്റെ വളർച്ചയെ പറ്റി നിങ്ങൾ പഠിക്കണോ? വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ ثم جعلناه نطفة في قرار مكين ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين. അതേ മണ്ണിന്റെ സത്തയിൽ നിന്ന് മനുഷ്യനെ പടച്ചവനായ അല്ലാഹ് ആ ഇന്ദ്രിയത്തുല്യ മാതാവിന്റെ ഗർഭാശയത്തിൽ സൃഷ്ടിച്ച അല്ലാഹ് ആ ഇന്ദ്രിയത്തുല്യ രക്തപിണ്ഡമായി മാറി, അത് പിന്നെ മാംസപിണ്ഡമായി മാറി, അത് പിന്നെ എല്ലിൻ കഷണമായി മാറി, അതിലേക്കുള്ള മാംസം കൊണ്ട് പൊതിഞ്ഞു, അതിൽ നിന്ന് പരിപൂർണ മനുഷ്യനായി മാറി. അങ്ങനെ ദിവസങ്ങൾക്കുള്ളിൽ ഘട്ടം ഘട്ടമായി മാതാവിന്റെ ഗർഭാശയത്തിന്റെ ഉള്ളിലുള്ള ഭ്രൂണത്തിന്റെ വളർച്ചയെ പറ്റി ചിന്തിക്കാത്തതിന്റെ മനുഷ്യ. അതേ മനുഷ്യൻ അതുവരെയും അറിഞ്ഞിട്ടില്ലാത്ത രഹസ്യങ്ങളെ അക്കമിട്ട് പറഞ്ഞിട്ട് എംബ്രയോളജി പഠിക്കണമെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ വിശുദ്ധ ഖുർആൻ തീർന്നിട്ടില്ലല്ലോ. അഫറഅയ്തുമുൽ മാഅ അല്ലദീ തശ്റബൂൻ അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. എന്തുകൊണ്ട് നിങ്ങൾ കുടിക്കുന്ന ഓരോ തുള്ളി വെള്ളത്തെ പറ്റിയും ചിന്തിക്കുന്നില്ല? അതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ? അതേ ഹൈഡ്രജനും ഓക്സിജനും ചേർന്നിട്ട് വെള്ളമെന്ന അത്ഭുതകരമായ സൃഷ്ടി രൂപപ്പെടുമ്പോ അതിനെപ്പറ്റി പഠിക്കണമെന്ന മനുഷ്യനോട് വിളിച്ചു പറഞ്ഞ വിശുദ്ധ ഖുർആൻ അഫറഅയ്തുമുൻ നാറ അല്ലതീ തുറൂൻ.